പുനർജനി വിവാദത്തിൽ മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെയും സിബിഐ അന്വേഷണത്തിന് വിജിലൻസിന്റെ ശുപാർശ. വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ വണ് ലഭിച്ചു. മണപ്പാട് സിഇഒ അമീർ അഹമ്മദിനെതിരെ സിബിഐ അന്വേഷണം വേണം. സംശയാസ്പദമായ ഇടപാടുകൾ എൻജിഒയുടെ അക്കൌണ്ടിൽ നടന്നുവെന്നും വിജിലൻസ് പറയുന്നു. സേഫ് സെയിൻ ലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സേഫ, ഇപ്പോൾ റിപ്പോർട്ട് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? അമൃത പടിക്കൽ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ CBI അന്വേഷണം, VD സതീശനുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം നടത്താൻ വേണ്ടി സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ മണപ്പാട്ടിൽ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വേണമെങ്കിൽ അന്വേഷിക്കാം എന്ന് അന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്ന യോഗേഷ് ഗുപ്ത ആ നോട്ടിൽ കൃത്യമായി തന്നെ കുറിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ VD സതീശനും പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് മണപ്പാട്ട് ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടും ഒരു CBI അന്വേഷണം നടത്താൻ വേണ്ടിയുള്ള നീക്കം സംസ്ഥാന സർക്കാർ നടത്തുന്നതിനിടയിലാണ് ആ കത്തിലെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മണപ്പാട്ട് ഫൗണ്ടേഷനും അതിന്റെ സിഇഒയ്ക്കുമെതിരെ CBI അന്വേഷണമാകാം എന്ന് ഈ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ, ഈ കത്തിൽ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷ നേതാവിനെ കൂടാതെ മണപ്പാട്ടിൽ ഫൗണ്ടേഷനും അതിന്റെ സിഇഒ, അതിന്റെ ചെയർമാൻ ആയ അമീർ അഹമ്മദിനെതിരെയും FCRA നിയമപ്രകാരം CBI അന്വേഷണമാകാം എന്നാണ് ഈ കത്തിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത്. മണപ്പാട്ട് ഫൗണ്ടേഷന്റെ സിഇഒ അമീർ അഹമ്മദും VD സതീശനും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് FCRA നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ വന്നത് എന്നുള്ള പരാതിയാണ് വിജിലൻസിന് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഒരു പരിശോധന നടത്തിയത്. പുനർജനി പദ്ധതിയുടെ കാലയളവിൽ, അതായത് പുനർജനി പദ്ധതി നടപ്പാക്കുന്നത് 2018 മുതൽ 2022 വരെയുള്ള കാലയളവിലാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രളയം അത് ഉണ്ടാകുന്നത് 2018 ആ സമയങ്ങളിലാണ്. അതിനുശേഷമാണ് പറവൂർ മണ്ഡലത്തിൽ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് വീട് വെച്ച് നൽകാൻ വേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കുന്നത്. UK പോയി അദ്ദേഹം, പ്രതിപക്ഷ നേതാവ്, ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തു. 2018 മുതൽ 2022 വരെയുള്ള കാലയളവാണ് ഈ പുനർജനി പദ്ധതിയുടെ കാലയളവായി കണക്കാക്കുന്നത്. ആ കാലയളവിൽ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRA അക്കൗണ്ടിലേക്ക് 1,22,00,000 രൂപയോടടുപ്പിച്ച് വന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്. കണക്കൊന്നുകൂടെ ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും 1 കോടി മേൽ രൂപ വന്നു എന്നാണ് കണക്കിൽ കൃത്യമായി വ്യക്തമാക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നും പുനർജനി പദ്ധതിയുടെ പേരിൽ VD സതീശന് വേണ്ടി സ്വരൂപിച്ച പണമാണ് ഇതെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തലിൽ കൃത്യമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. മണപ്പാട്ട് ഫൗണ്ടേഷൻ ഇത്തരത്തിൽ വിദേശ ഫണ്ട് സ്വീകരിച്ചതിന്റെ രേഖകളോ റെക്കോർഡുകളോ സൂക്ഷിച്ചോ എന്നും FCRA നിയമത്തിന്റെ റൂൾ 19 ലംഘനമാണെന്നും വിജിലൻസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഇത്രയും പണം വന്നത് അത് അനധികൃതമായിട്ടാണ് ഈ പണം വന്നിരിക്കുന്നത്. അനധികൃതമായി ഈ പണം വരുമ്പോൾ അത് എന്തിനു വേണ്ടി വന്നു, ഇത്രയും രൂപ എന്തിനു വേണ്ടി വന്നു, അവിടെ നിന്ന് ഫണ്ട് സ്വരൂപിച്ചിട്ടില്ല എന്ന് പറയുന്നു. FCRA നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിൽ പണം വന്നത് അത് സതീശനും അതുപോലെ തന്നെ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ സിഇഒ അമീർ അഹമ്മദും ചേർന്നുള്ള, മണപ്പാട്ട് ഫൗണ്ടേഷനും ചേർന്നുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് 2018 മുതൽ 2022 വരെയുള്ള കാലയളവിൽ ഇത്രയും രൂപ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRA അക്കൗണ്ടിലേക്ക് വന്നത് എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ രേഖകൾ പൂർണ്ണമായും പരിശോധിക്കുമ്പോൾ ഈ കണക്കും വരവ് കണക്കും ചെലവ് കണക്കും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്നും വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ സംശയാസ്പദമായ ഇടപാടുകൾ എൻജിഒയുടെ അക്കൗണ്ടിൽ നടന്നു എന്നാണല്ലോ വിജിലൻസ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള രേഖകളൊന്നും അവർ സൂക്ഷിച്ചിട്ടില്ല എന്നാണോ? എല്ലാ രേഖകളും ഇല്ല എന്നാണ് അമൃത ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്ന കാര്യം. എല്ലാ രേഖകളും ഇല്ല. ഇത് മണപ്പാട്ട് ഫൗണ്ടേഷന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങൾ പരിശോധിച്ചതിൽ അക്കൗണ്ടിലേക്ക് വന്ന പണവും അതിനായി നൽകിയ രേഖകളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉള്ളതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് വന്ന പണവും ചെലവഴിച്ച പണവും തമ്മിൽ പൊരുത്തക്കേടുണ്ട് എന്ന് കൃത്യമായി തന്നെ ഇതിൽ വിജിലൻസ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നതായാണ് വിജിലൻസിന്റെ നിഗമനം. ഇതിനകത്ത് ഇത് ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ടത്, ഇതിനകത്ത് ഈ റിപ്പോർട്ടിൽ VD സതീശന്റെ പേരെവിടെയും പറയുന്നില്ല. മണപ്പാട്ട് ഫൗണ്ടേഷൻ പുനർജനി പദ്ധതി, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് UK നിന്നടക്കം ചില പണങ്ങൾ സ്വരൂപിക്കുന്നുണ്ട്. ആ പണം സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് VD സതീശൻ അങ്ങോട്ടേക്ക്
യിലേക്കടക്കം പോയത്. അവിടുത്തെ NGOമാരെ കാണുന്നു, അവരോട് സഹായം അഭ്യർത്ഥിക്കുന്നു, അവർ സഹായം നൽകുന്നു. അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ ചില വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും 500 പൗണ്ട് വെച്ച് തരികയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് ഓരോരുത്തരുടെ വീട്ടിലും ഓരോ തയ്യൽ മെഷീൻ വേണ്ടി നൽകും. ഇവിടെ നിന്ന് ലഭിക്കുന്ന പണം ഓരോ കുടുംബങ്ങൾക്ക് നൽകി അങ്ങനെ 5 കുടുംബങ്ങൾക്ക് ഉള്ള സഹായമെങ്കിലും നിങ്ങൾ ചെയ്യണമെന്ന തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ആ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതടക്കം വിശദമായി പരിശോധിക്കുകയും മണപ്പാട്ടിൽ ഫൗണ്ടേഷന്റെ രേഖകളും മറ്റും പരിശോധിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് FCRA നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള പണത്തിന്റെ വരവ് മണപ്പാട്ടിൽ ഫൗണ്ടേഷനിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തി അതിന്റെ ശുപാർശ കൈമാറുന്നു. യോഗേഷ് ഗുപ്തയാണ് അന്ന് വിജിലൻസിന്റെ ഡയറക്ടറായിരുന്നത്. അദ്ദേഹം ഈ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടല്ല CBI അന്വേഷണം നടത്താം എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം നടക്കില്ല. അത് അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ട് അത് അദ്ദേഹം വായിച്ചതിന് ശേഷമാണ് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ CBI അന്വേഷണം നടക്കില്ല. പക്ഷേ മണപ്പാട്ടിൽ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന വിജിലൻസിന്റെ കണ്ടെത്തലിൽ ചില ആധികാരിക സ്വഭാവമുണ്ട്. ആ ആധികാരിക സ്വഭാവം വെച്ച് വേണമെങ്കിൽ മണപ്പാട്ട് ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം നടത്താം എന്നുള്ള ശുപാർശ തിരികെ മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി ആ ഘട്ടത്തിൽ അതിന് പച്ചക്കൊടി കാണിക്കുന്നില്ല. പിന്നീട് വന്ന മനോജ് എബ്രഹാം ഇതിൽ CBI അന്വേഷണമേ വേണ്ട എന്ന റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ പകർപ്പ് ചിലപ്പോൾ വരും ദിവസങ്ങളിൽ പുറത്തു വന്നേക്കാം. പക്ഷേ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് യോഗേഷ് ഗുപ്ത നൽകിയ ആ റിപ്പോർട്ട് പൊടിതട്ടിയെടുത്ത് ഇപ്പോൾ ഒരു CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. അതിന്റെ സൂചനയായിട്ട് വേണം ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. അത് മണപ്പാട്ട് ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് അവിടുത്തെ CEOയുമായി ബന്ധപ്പെട്ടും ഈ പണം അയച്ച NGOകളുമായി ബന്ധപ്പെട്ടുമാണ് ഇപ്പം ഈ പരിശോധന നടക്കുന്നത്. അങ്ങനെ പരിശോധന നടക്കുമ്പോൾ വരവ് കണക്കും ചിലവ് കണക്കും തമ്മിൽ വലിയ അന്തരം കാണാൻ കഴിയുന്നുണ്ട്. അത്രയും രൂപ എന്തിനു വേണ്ടി വന്നു, അത്രയും പണം അവിടെ ചെലവഴിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കണം. ഇത് വിദേശ നാണ്യ വിനിമയ ചട്ട പ്രകാരം കേരളത്തിലെ ഒരു ഏജൻസിക്ക് അന്വേഷിക്കാൻ കഴിയുന്ന കാര്യമല്ല. പുറത്തു നിന്ന് വന്ന പണമാണ്. അത് FCRA നിയമങ്ങൾ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഈ ഘട്ടത്തിൽ അതിനകത്ത് CBI അന്വേഷിക്കുന്നതാണ് ഉചിതം എന്നാണ് ആ റിപ്പോർട്ടിൽ ആ ശുപാർശയിൽ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. അമൃത, പക്ഷേ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഈ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് കൂടിയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. സൈഫ്.